ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ കണ്ട കണ്ണ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതൊരു ബർക്കത്ത് തന്നെയാണ്. സാധാരണ നമ്മൾ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത് പോലെ അല്ല നമ്മളിവിടെ പങ്കെടുക്കുന്നത്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ടോർമ്മകൾ പുതുക്കുന്ന ഈ സമയത്ത് നമ്മൾ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ആണ്ടിൽ പങ്കെടുത്ത ബർക്കത്തും അതേപോലെ അവിടുന്ന് ജീവിച്ച വീട്ടിൽ നമ്മൾ പങ്കെടുക്കുമ്പം അതിൻ്റെ ബർക്കത്തും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു മഹാനവറുകളുടെ മദതും അവരുടെ തിരുനോട്ടവും അവരുടെ സഹായവും നമുക്ക് ജീവിതത്തിൽ ഉടനീളം പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കത്ത് എന്നുള്ളത് വിശുദ്ധമായ മതം വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. വിശുദ്ധമായ കഅബാലയത്തിന്റെ ഒരു മൂലയിലുള്ള അജറുൽ അസ്വദ് എന്ന വിശുദ്ധമായ കല്ല്, ആ കല്ലിനെ തിരക്കൊന്നില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ നമ്മുടെ കവിള് വെച്ചിട്ട് നമ്മൾ മൊത്തും. അതല്ല, കുറച്ചും കൂടി തിരക്കാണെങ്കിൽ എങ്ങനെങ്കിലും കൈകൊണ്ട് തൊട്ടിട്ട് മൊത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ മൊത്തും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വടിയെടുത്തിട്ട് അതിനെ തൊട്ടിട്ട് നമ്മൾ ആ വടിയെ മൊത്തും. യഥാർത്ഥത്തിൽ ഈ വടി നമ്മൾ മൊത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വടി നമ്മളെ കയ്യിൽ ആദ്യമുള്ള വടി തന്നെയാണ്. പക്ഷെ ആ വിശുദ്ധമായ ആ കല്ലിന് ആ വടി തൊട്ടതോടുകൂടി ആ വടിക്കും ബർക്കത്തുണ്ടാകുകയാണ്. ഇപ്പൊ അതിനൊന്നും സാധിക്കില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് വിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ചെയ്യുന്നത്. അടുക്കാൻ പോലും കഴിയില്ല. ആ സമയത്ത് നമ്മൾ ജനിച്ചത് മുതൽ നമ്മുടെ വശമുണ്ടായ നമ്മുടെ കൈ, ആ കൈയെ നമ്മൾ ഹജറുൽ അസ്വദിന്റെ നേരെ ഇങ്ങനെ ചൂണ്ടുന്നു. നമ്മുടെ കൈ തന്നെ നമ്മൾ മുത്തുന്നു. നോക്കൂ നിങ്ങൾ ആ ബറക്കത്തിന്റെ പ്രത്യേകത. ആ വിശുദ്ധമായ കല്ലിനുള്ള ബറക്കത്ത് അതിനെ ചൂണ്ടുന്നതോടുകൂടി നമ്മുടെ കയ്യിലേക്ക് ആവാഹിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബറക്കത്ത് എന്നുള്ളത് വിശുദ്ധമായ മതം അത്രക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള സംഭവമാണ്. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ളത് ബാബർ ചക്രവർത്തിയാണ്. ഈ ബാബർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങുന്ന ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് ഒരു പ്രത്യേകമായ ചിട്ടയുണ്ടായിരുന്നു. അതിരാവിലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 40 ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിക്കും ബഹുമാനപ്പെട്ട ബാബർ ചക്രവർത്തി. ദിവസവും രാവിലെ അത് കുടിക്കും. ഇതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഗുണം എന്താണെന്നറിയോ? അതിശക്തമായിരുന്നു അദ്ദേഹം. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വീതി കൂടിയ നദികളിൽ, പുഴകളിൽ ഒന്നാണ് ഗംഗാ നദി. ഇപ്പം ബീഹാറിലൊക്കെ നമ്മൾ പോയി നോക്കിയാൽ കാണാം, ചില സ്ഥലത്തൊക്കെ 6 കിലോമീറ്റർ ഒക്കെ വീതിയുണ്ട്. ഈ ഗംഗാ നദി ഒരു തളർച്ചയുമില്ലാത്ത നിലക്ക് മുറിച്ച് നീന്താനുള്ള കഴിവ് ബാബർ ചക്രവർത്തി ഉണ്ടായിരുന്ന പറയുന്നത്. അപ്പൊ ഈ ഫാത്തിഹയുടെ ബർക്കത്താണ്. ഏത്? ഈ ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്താണ് ബാബർ ചക്രവർത്തി കിട്ടി. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വിശുദ്ധമായ മതം ബർക്കത്തിന് വല്ലാത്ത പ്രാധാന്യം കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ ജീവിതകാലത്ത് കാണാനും നമുക്കൊക്കെ വല്ലാത്തൊരു ഭാഗ്യം. ബഹുമാനപ്പെട്ടവരെ കണ്ട കണ്ണ് നമ്മളെ കയ്യിലുണ്ട്. ഏത്? നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ വേണ്ടാത്തതൊക്കെ പലപ്പോഴും കണ്ടുപോകാറുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ കണ്ട കണ്ണ്
നമ്മുടെ ശരീരത്തിലുണ്ട്. അതൊരു ബർക്കത്ത് തന്നെയാണ്, ഒരു സംശയമില്ല. അള്ളാഹു ആ നിലക്ക് നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആ ബർക്കത്ത് കിട്ടിയിട്ട് നമ്മുടെ ദുനിയാവും ആഹുറും രക്ഷപ്പെട്ട് കിട്ടണം. കാരണം നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ മറ്റ് കാര്യങ്ങളിലൊന്നും ഒരു നിഷ്കർഷയുമില്ലാത്ത നിലക്ക്, ഒരു ഖുശൂവുമില്ലാത്ത നിലക്കുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ ആ മഹത്തുക്കളായ ആളുകളെ സ്നേഹിക്കുന്ന കാരണം കൊണ്ട് നമ്മളെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തി തരണം. ആ നിലക്കുള്ള സദസ്സായി നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.